ഓർക്കിഡിന് നമുക്ക് വളം കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് കടലപ്പിണ്ണാക്കം വേപ്പപ്പിണ്ണാക്കം ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പൊളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി കോരി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിട്ട് പോകും, നല്ല വൃത്തിയാവണം നിൽക്കുകയും ചെയ്യും. അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ കോംബോ ഓഫർ, അതായത് 5 പ്ലാന്റ് 80 രൂപ നിരക്കിൽ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 500 രൂപയ്ക്ക് തരുന്നതാണ്. അതായത് ഇതിൻ്റെ തൈകളാണ്, തൈകൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന തൈകളായതുകൊണ്ട് മിക്സഡ് വെറൈറ്റികളായിരിക്കും. 5 പ്ലാന്റ് 80 രൂപ നിരക്ക്, അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ 5 പ്ലാന്റ് ആകുമ്പോൾ 400 രൂപ പ്ലസ് 100 രൂപ കൊറിയർ ചാർജും പാക്കിങ്ങും എല്ലാം കൂടെ ചേർത്തിട്ട് 500 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും നമുക്ക് അയച്ചു തരും. നിങ്ങൾ അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും കൊറിയർ ഓഫീസിൽ. കൂടുതൽ ആളുകൾക്കല്ല, ഒരു 100 പേർക്ക് നമുക്ക് ഈ പ്ലാന്റ് തൽക്കാലം എത്തിച്ചു തരാനായിട്ട് സാധിക്കും. ഈ നമ്പറിൽ അവരുടെ അഡ്രസ്സ് വേണ്ട എത്ര എണ്ണം വേണോ അതിൻ്റെ നമ്പരും അഡ്രസ്സും ഇട്ട് കഴിഞ്ഞാൽ എത്തിച്ചു തരാൻ സാധിക്കും. മിനിമം 5 പ്ലാന്റ് 80 രൂപ വെച്ചിട്ട് തൈക്ക് 80 രൂപ, ഇതല്ല തൈക്ക് 80 രൂപ വെച്ചിട്ട് നമുക്ക് എത്തിച്ചു തരാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ടത് അതിൻ്റെ ബോക്സൊക്കെ പൊളിച്ച് അതിനകത്ത് ബെയർ റൂട്ടായിട്ടാണ് അയക്കുന്നത്. അതിന് എന്തെങ്കിലും ഒരു സാഫോ ഇൻഡോഫിലോ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ലൈറ്റായിട്ട് 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 സ്പൂൺ ഇട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് മുക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് തണലത്ത് വെച്ച് അതിന് ശേഷം പ്ലാന്റ് ചെയ്യുക. വെറും കരിക്കട്ട പൊടിച്ചത്, നല്ല കരിക്കട്ട പൊടിച്ചത് എടുത്തൊരു ചട്ടിയിലെടുക്കുക. അതിനകത്ത് പ്ലാന്റിന് ഒരു 3/4 ഭാഗത്തിൽ നിർത്തുക. ഒരു ചെറിയൊരു കമ്പെടുത്തൊരു സ്റ്റേ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അതിനകത്തിരിക്കും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞതിന് വേരൊക്കെ ആയതിനു ശേഷം നന്നായിട്ട് ഇച്ചിരി ചാണകവെള്ളം ലൈറ്റായിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുക. ഇതാണ് തൈകൾ. ഇത്തരത്തിലുള്ള തൈകളാണ് നമ്മളെടുത്ത് തയ്ക്കാനായിട്ട് പോകുന്നത്. അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്ന തൈകളായതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനും പറ്റുന്നത്. അത്യാവശ്യം വേരൊക്കെ ഓടി തുടങ്ങിയ പരുവാണ്. ഇതിനകത്ത് ഇളക്കിയതിന് ശേഷമാണ് പ്ലാന്റ് മിക്സഡ് ഇലയുടെ വ്യത്യാസങ്ങൾ നോക്കിയിട്ടാണ് എടുത്ത് മാക്സിമം മിക്സ് ചെയ്താണ് അയക്കുന്നത്. അന്നേരം മാക്സിമം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തരാനായിട്ട് സാധിക്കും. മെസ്സേജ് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇത് വാൻഡാസ് ആണ്. ഇത് നമുക്കങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ തൈകൾ നമ്മളെ കയ്യിൽ സ്റ്റോക്കില്ല, അങ്ങനെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതല്ലാതെ ഈ പ്ലാന്റ് കുറച്ചേ ഉള്ളൂ, ലിമിറ്റഡ് നമ്പറാണ്. വന്നു കഴിഞ്ഞാൽ നഴ്സറിയിൽ വരുന്നവർക്ക് ഇപ്പോൾ അതിനെ 2-3 പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്നേരം വരുമ്പോഴത്തേക്ക് ചിലപ്പം കാണാതിരിക്കാം. പിന്നെ ഇതെപ്പോഴും വരുന്നൊരു സാധനമല്ല, കുറച്ചേ ഉള്ളൂ, 10, 20, 30 ഒക്കെ കാണത്തുള്ളൂ. ഇതിപ്പം വന്നേക്കുന്ന 50 പ്ലാന്റ് ആയിരുന്നു. അതിനകത്ത് തന്നെ ഏകദേശം ഹോൾസെയിലുകാരൊക്കെ ഉണ്ടായിരുന്നു. അത് 2-3 ഒക്കെ മേടിച്ചുകൊണ്ട് പോയി സെറ്റായിട്ട് 2-3 സെറ്റായിട്ട് ബോക്സിനകത്ത് തന്നെ അവർ പാക്ക് ചെയ്തെടുത്തുകൊണ്ട് പോയി. അതേപോലെ തന്നെ മറ്റുള്ള ചെടികളൊക്കെ ഉണ്ട്. ആനച്ചിവിയന്മാർ ബാക്ക് ചെയ്താണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ആനച്ചിവിയന്മാർ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ ഒരുപാട് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ മാത്രമല്ല ഓർക്കിഡിൻ്റെ കെയർ പ്രത്യേകം നമുക്ക് ഇൻസെക്റ്റ് വരാതിരിക്കാനായിട്ട് നമുക്ക് ടാറ്റ 1 ലിറ്റർ വെള്ളത്തിനകത്ത് 2 മുതൽ 3 മില്ലി വരെ എടുത്ത് നല്ലപോലെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് ഒച്ച് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു തണുത്ത വെള്ളത്തിൽ ഇട്ട ഒരു ചണച്ചാക്ക് താഴെ ഇട്ടതിന് ശേഷം സ്വല്പം ക്യാബേജിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ അതിനകത്ത് വരുന്നു എന്ന് കാണുന്നു. അതായത് സ്നെയിൽ റിമൂവ് ചെയ്യുന്നതിനായിട്ടുള്ള ചെറിയ ചോക്ക് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറേയൊക്കെ അതിനകത്ത് നമുക്ക് എടുക്കാൻ. പിന്നെ കാണുന്നതിന് 6 മുതൽ 7:30 മണി വരെ സമയം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ലൈറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഇതിനകത്തുനിന്ന് നമുക്ക് പറക്കി ഉപ്പ് വെള്ളം ഇട്ട് അതിനകത്തിട്ട് കൊന്നുകളയാനും സാധിക്കും. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മളിവിടെ ഒച്ചിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അന്നേരം ഇത്തരത്തിലുള്ള പ്ലാന്റുകളുടെ തൈകളാണ് ഇപ്പോഴത്തെ നമ്മളിപ്പോൾ സെയിലിന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ, അതായത് എയർ സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ പ്ലാന്റുകൾ വെച്ച് കഴിഞ്ഞാൽ വലിയ വളപ്രയോഗമൊന്നും വേണ്ട തന്നെ അത്യാവശ്യം പൂത്ത് കിട്ടും. കാര്യം വായുവിലുള്ള നൈട്രജൻ എടുത്ത് ഇവൻ വളരും. NPK നമുക്ക് NPKയിൽ Pയും Kയും കൂടിയത് നമുക്ക് ലൈറ്റായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പൂ കിട്ടും. പൊട്ടാഷിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായതിനാൽ പൂ പൊഴിഞ്ഞ് പെട്ടെന്ന് പോവില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കാക്ക അതേപോലെ തന്നെ അണ്ണാനൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ വന്ന് കട്ട് ചെയ്ത് കളയാനുള്ള പൂക്കളൊക്കെ കട്ട് ചെയ്ത് കളയാനുള്ള സാധ്യതയുണ്ട്. അന്നേരം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഇതാണ് ഒന്നുകൂടെ കാണിച്ചാണ്, ഈ തരത്തിലുള്ള തൈകളാണ് നമ്മളെടുത്ത് അയക്കാറ്. അതിലുള്ളതിൽ നല്ലത് നോക്കി എടുത്ത് സെറ്റ് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. പണ്ട് നമ്മൾ കുറേ ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എത്തും എന്ന് നമുക്ക് പറയാൻ. കാര്യം കൊറിയറുകാരല്ലേ,
പാക്ക് ചെയ്ത് വിട്ടുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ കിട്ടാനായിട്ടുള്ള സാധ്യതയൊക്കെ ഇപ്പം അത്യാവശ്യം കുറവാണ്. എന്നാലും മാക്സിമം ഉള്ളത് നോക്കി DTDC വഴിയാകുമ്പോൾ വലിയ കുഴപ്പമില്ല, അതൊക്കെ എത്തും എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇത് അയച്ചു തരാൻ സാധിക്കും. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.